നമ്മളിന്ന് പോകാൻ പോകുന്ന അടിപൊളി ഒരു വ്യൂ പോയിന്റിലാണ്. ഇരികില്ലുമുടി എന്ന് പറയും. നമ്മളവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെയൊക്കെ പണ്ട് കാലത്ത് ആൾതാമസം ഉണ്ടായിരുന്നു, അവരെല്ലാം ഇറങ്ങിപ്പോയി. കണ്ടോ, വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടപ്പുണ്ട് ഇവിടെ. ഇതാണ് ചെപ്പോളം ഇരികില്ലുമുടിയിലേക്കുള്ള വഴി. ഇവിടെ ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ. ചക്ക നോക്കി, താഴെയൊക്കെ ഇവിടെ ചക്ക ഇഷ്ടം പോലെ ചാടി കിടക്കുന്നു. ഒത്തിരി പ്ലാവുള്ള ഒരു പറമ്പ് ഇത്. ഇവിടെ ഒന്നും ചക്ക ആർക്കും വേണ്ടാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല. ഇരികില്ലുമുടി വ്യൂ പോയിന്റിലേക്ക് വരുമ്പോൾ തൊടുപുഴയിൽ നിന്നും ചെപ്പോളം വന്ന് ചെപ്പോളം കത്തോലിക്ക പള്ളിയുടെ അവിടെ നിന്ന് വരുമ്പോഴാണ് അതിലെ ഒരു റോഡുണ്ട്, അതിലെ വരുമ്പോൾ വരാം. പിന്നീട് തൊടുപുഴയിൽ നിന്ന് കലയന്താനി കൂടി അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റും കണ്ട് നമുക്ക് വരാം. കലയന്താനി കൂടി വരുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ആ വഴിക്ക് നമുക്ക് കയറി വരാം. ഇപ്പോൾ റോഡ് കണ്ടുപിടിക്കാൻ ആൾക്കാർ വന്നു വന്ന് 2-3 റോഡുകളാണ്. നേരത്തെ ഒരു റോഡാണ് മെയിനായിട്ട് വന്നത്. കണ്ടോ, ഇതല്ല ശരിക്കും വ്യൂ പോയിന്റ്. അങ്ങനെയുണ്ട്. മുത്തപ്പ പൊന്നിൻ കുരിശ് മുത്തപ്പ പൊന്മല കയറ്റം. ഇതുവരെ ഭയങ്കര മഴയായിരുന്നേ. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് കിട്ടി. അങ്ങനെ ഭാഗ്യം കൊണ്ട് നല്ല ക്ലൈമറ്റ് കിട്ടി. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞാൽ. നോക്കിയോട്ടോ, നോക്കിയോ, നിങ്ങളൊരു സംഭവം കാണിക്കാൻ പോവാണ്. വാവ്, കണ്ടോ, ഒന്നു മോനെ, ഇതാണ് വ്യൂ. നോക്കി, അടിപൊളിയല്ലേ. നോക്കി, മഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞുള്ളൂ. അങ്ങനെ നോക്കി, താഴേന്ന് മഞ്ഞ് കയറുന്നുണ്ടോ. പാറക്കൂട്ടങ്ങളാണ് ഇവിടെ മുഴുവൻ. പാറ കേട്ടോ, ചെറിയ ചെറിയ പാറകളാണ്. ഇവിടെയൊക്കെ നമുക്ക് കയറിയിരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം ചില ടൈമിലൂടെ ഭയങ്കര കാറ്റും ഉണ്ട്. ഈ പാറയിൽ വഴുക്കലും ഉണ്ട്. നല്ല തെളിഞ്ഞ ആകാശം മാത്രമാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, അടിപൊളിയല്ലേ. ആ മഞ്ഞങ്ങനെ കീറി വരുന്നുണ്ട്. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഗമൺ മലനിരകൾ, തുമ്പൂച്ചി മലനിരകൾ, പൂഞ്ചിറ, ഇവിടെ എല്ലാം കാണാൻ പറ്റും. ഇന്നിവിടെ വന്നാൽ പന്നിമറ്റം, പൂമാല, മേത്തൊട്ടിയൊക്കെ കാണാം കേട്ടോ. അത് താഴെ സ്ഥലങ്ങളൊക്കെ ഇതെവിടെയൊക്കെ പന്നിമറ്റമൊക്കെ കേട്ടോ. അതെവിടെയൊക്കെ പന്നിമറ്റം, പൂമാലയൊക്കെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉപ്പൂന്ന് കയറി പോയിട്ട് അതൊന്നും കാണാൻ പറ്റാത്തൊരു കാലാവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങ് ആനക്കയം ഭാഗത്ത് കണ്ടോ, കമ്പനികളിൽ നിന്നും പുക വരുന്ന അതേ കാണുന്നത് ആനക്കയം ഭാഗത്ത്.
തൊടുപുഴയിൽ നിന്നും ചെപ്പോളം വരിക. ചെപ്പോളത്തു നിന്ന് കത്തോലിക്ക പള്ളിയുടെ അതിലെ ഒരു വഴി ഇരികില്ലുമുടിക്കുണ്ട്. അതിലേ കയറി വന്ന് അവിടെ ചോദിച്ചാൽ മതി, ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു തരും. നല്ല ആൾക്കാരാണ് ഇവിടെയുള്ളവർ. എന്നിട്ട് ഇത് കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് കലയന്താനിക്ക് പോവുക. അപ്പോൾ നമുക്ക് വേറെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്, അത് ഇതിൽ കാണിച്ചു തരാം. ആ വ്യൂ പോയിൻറ്റും കണ്ട് കലയന്താനി കൂടി തൊടുപുഴയ്ക്ക് പോവാം, ഇല്ലെങ്കിൽ ചിലവ് കൂടി പോവാം. പല വഴികളുണ്ട്. നമ്മളിപ്പോൾ ഈ തിരിച്ചു പോകുന്ന വഴി തന്നെ ഒരു വനം പോണക്ക് കാപ്പിത്തോട്ടമാണ്, അടിപൊളിയാണ്. ആ കാപ്പിത്തോട്ടത്തിൻ്റെ അകത്തോടെ വരുമ്പോൾ തന്നെ ഒരു വനത്തിൽ കൂടി വരുന്ന ഒരു ഫീലാണ്. ഇവിടെ നല്ല അപകടമുണ്ട് കേട്ടോ. മഴക്കാലത്ത് വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. പാറയിൽ നല്ല വഴുവഴുക്ക് ഉണ്ട്. അതുകൊണ്ട് തെന്നി വീണ് കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടില്ല. പന്നിമറ്റത്തായിരിക്കും പോയി കിടക്കുന്നത്. ക്ഷീരകർഷകരുണ്ട് കേട്ടോ ഈ മലയുടെ മുകളിൽ, കണ്ടോ? അവർ പുല്ലൊക്കെ എരിഞ്ഞ ഇതുണ്ടോ, പഴയ ജീപ്പ്. ഇവരിവിടെ പുല്ലരിഞ്ഞ് അതിൽ കയറ്റുക കേട്ടോ. ചേട്ടൻ ഇവിടെയാണ് താമസിക്കണേ? ചെപ്പോളത്താ ഫാമുണ്ടല്ലേ? എത്ര പശുണ്ട്? ഇതെങ്ങനെ പുല്ലിട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് എടുക്കത്തില്ല, മൊത്തം അതിനെ തൂണുള്ളൂ. ഇത് വെച്ച് പിടിപ്പിച്ച പുല്ലാണോ? അല്ല, ഇതാ ഇപ്പൊ ചെത്തി എടുക്കുന്നേ. ഇതേ അടിപൊളിയല്ലേ നോക്കിയേ, പൊളി വ്യൂ നോക്കിയേ. ഓ സൂപ്പർ. ഇത് അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. ഇപ്പം എനിക്കൊരു ഭാഗ്യമുണ്ട്, ഞാൻ ക്യാമറയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ക്ലൈമറ്റ് കിട്ടും എപ്പോഴും. കണ്ടോ, നല്ല കോൺക്രീറ്റും ടാറിങ്ങൊക്കെയാണ്. ഇവിടുന്ന് ചെപ്പോളം കലയന്താനി വരെ ഇങ്ങനെ പോകാൻ വേണ്ടി ചെറിയൊരു വഴിയുള്ളൂ പറമ്പുകാട്ട് മലയിലേക്ക്. ഈ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. അധികം ഉള്ളിലേക്ക് കയറണ്ട. ഇതിപ്പോൾ മഴ കാരണം കേട്ടോ ഈ പുല്ലെല്ലാം ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. തെരുവയാണ് തോന്നുന്നത്. പറമ്പുകാട്ട് മലയിൽ ഫുള്ള് നിൽക്കുന്ന തെരുവയാണ്. ഈ തെരുവ മാറ്റി പണ്ട് കാലത്ത് കാർന്നന്മാർ തെരുവത്തേലേ എടുത്തിരുന്നതാണ്. ഇഞ്ചി വിത്തൊക്കെ ഇടുമ്പം ആൾക്കാർ തെരുവപ്പുല്ലൊക്കെ ഇടും, അത് കേടാകാണ്ട്. അതിനൊക്കെ വേണമെങ്കിൽ ഈ പറമ്പുകാട്ടുകാരായി നിൽപ്പുണ്ട്. നല്ല മണമുണ്ട്. ഈ പുല്ലൊക്കെ നമ്മൾ വഴഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇതാണ് പറമ്പുകാട്ട് മലയുടെ വ്യൂ. കണ്ടോ, അടിപൊളിയല്ലേ? ഓ, നമ്മൾ ആ ചെപ്പോളത്ത് ഇരികില്ലുംപൊടി നിന്നപ്പോൾ ഒരു കമ്പനി കണ്ടില്ല ആനക്കയം ഭാഗത്ത്, ആ കമ്പനി ആട്ടോ. അതിൻ്റെ ഏകദേശം തൊട്ട് മുകളിലെത്തിയപ്പോൾ നമ്മൾ വന്ന് കണ്ടോ, നോക്കി, അതാണ് ആ കമ്പനി. ഇത് നോക്കി, താഴെ മുഴുവൻ നല്ല കാഴ്ചകളാണ്. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് മലങ്കര, തൊടുപുഴ എല്ലാം കാണാം. തൊടുപുഴയുടെ ഒരു സൈഡ് കാണാം നമുക്ക്. ഇതാണ് പറമ്പുകാട്ട് മല. ഈ പറമ്പുകാട്ട് മലയിലേക്ക് മാത്രമായിട്ട് വരുന്നവർക്ക് തൊടുപുഴയിൽ നിന്നും വരുമ്പോൾ കലയന്താനി കൂടി വരാം കേട്ടോ. കരിമണ്ണൂരിൽ നിന്ന് വരുവാണെങ്കിൽ ചിലവ് കലയന്താനി കൂടി വരാവുന്നതാണ്. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമുള്ള, വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം ഇത്. കണ്ടോ, അടിപൊളി സ്ഥലം. നോക്കി എന്നെ രസമെന്ന് നോക്കി. ഇന്ന് ഏതായാലും എല്ലായിടത്തും എല്ലാ വ്യൂ പോയിന്റിലും നമുക്ക് കിട്ടിയേക്കുന്ന കാലാവസ്ഥ അടിപൊളി കേട്ടോ. ഒരു ദിവസം നല്ല കാലാവസ്ഥയുള്ള സമയത്ത് കയറി വരുവാണെങ്കിൽ ഇരികില്ലുംപൊടി, പറമ്പുകാട്ടുമലയൊക്കെ കണ്ട് ഇവിടുന്ന് പിരിയാം. നല്ല റോഡാണ്, കുറച്ച് ഓഫ് റോഡുണ്ട്. ഇരികില്ലുംപൊടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഓഫ് റോഡുണ്ട്. എങ്കിലും സ്കൂട്ടർ വരെ വരുന്ന വഴിയാണ്. നമ്മൾ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനാണ് വന്നത്.
ഇത് പറമ്പുകാട്ടുകാരെ വന്ന് കഴിഞ്ഞപ്പോൾ കണ്ടതാണേ, നെല്ലിമരം ഇത് ഇപ്പോൾ സീസണല്ല, നെല്ലിക്ക ഇല്ല. ഇവിടെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ചെറിയ ചെറിയ മരങ്ങൾ, നമുക്ക് കൈ എത്തുന്ന ദൂരത്ത് നിന്ന് പറിക്കാൻ പറ്റും. ഇത് ഡിസംബർ മാസത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നെല്ലിക്ക ഉണ്ടാകുന്ന സീസൺ. അതേ ഒരെണ്ണം കിട്ടി കേട്ടോ, ഒരെണ്ണം കിട്ടി. ഇത് നോക്കി, ചെറിയ ഒരെണ്ണം കണ്ടോ, ഇതുണ്ടോ, ചെറിയൊരു നെല്ലിക്ക, ഇതൊക്കെ കുഞ്ഞത്. അതുകൊണ്ട് ലാസ്റ്റ് ഉണ്ടായതായി കുഞ്ഞൻ, മൂത്ത് വരുന്നുള്ളൂ. നല്ല കടുപ്പാട്ടോ നെല്ലിക്കായ്ക്ക്. നമ്മുടെ നാട്ടിൽ കടകളിൽ കിട്ടണ കൂട്ടല്ല ഇത്. പിന്നെ ഇച്ചിരി കടുപ്പം കൂടുതലാണ്, പിന്നെ ടേസ്റ്റും ഉണ്ട്. തിന്നു കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നല്ല വായിക്ക് നല്ല രുചിയായിരിക്കും. ഒരു ഓലി കിട്ടിയിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി. ആളുകൾ ഇതിൽ നിന്നും താഴത്തേക്ക് വെള്ളം എടുക്കുന്ന ഓലിയാണ്, ഓസൊക്കെ ഇട്ടിട്ടുണ്ട്. കേട്ടോ, നമ്മൾ ചെറിയൊരു ചേമ്പല എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് കുമ്പിൾ കൂട്ടി ഇനി വെള്ളം കുടിക്കാം. അടിപൊളി ടേസ്റ്റ് ഇവിടുത്തെ വെള്ളത്തിന്, നല്ല തണുപ്പും, പാറയിലുള്ള വെള്ളമായതുകൊണ്ട് നല്ല സൂപ്പർ വെള്ളം. ആ നെല്ലിക്കയും കൂടെ തിന്നാണ്ട് നല്ല രുചിയുണ്ട് വെള്ളത്തിന്. എത്ര കുടിച്ചാലും മതി വരില്ല കേട്ടോ ഈ വെള്ളം.